പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ പകൽ സമയം ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തന്ന ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി ഈ പ്രാർത്ഥനാ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സ്വർഗസ്ഥനായ പിതാവേ, സത്യ ഏകദൈവമായ അങ്ങേയും അവിടുത്തെ പുത്രനായ ഞങ്ങളുടെ കർത്താവായ യേശുവിനെയും ഞങ്ങൾ വിശ്വസിക്കുന്നു. മാലാഖമാർ നിങ്ങളെ സ്തുതിക്കുന്നത് പോലെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. ഞങ്ങളുടെ പരിചയാകുന്ന കർത്താവേ, നിന്റെ ശക്തി കൊണ്ട് സകല ദുഷ്ടതകളെയും താഴ്ത്തേണമേ. ദൈവം എൻ്റെ ഗോപുരവും എന്നോട് ദയയുമുള്ള ദൈവമല്ലോ. എൻ്റെ പ്രാർത്ഥനയ്ക്ക് അവിടുന്ന് മറുപടി നൽകണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ മുൻപിൽ ഭക്തിയോടെ പ്രാർത്ഥനയിലായിരിക്കുന്ന ഞങ്ങളെ ഓരോരുത്തരെയും അമ്മയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയുടെ മുൻപിൽ അർപ്പിച്ചിരിക്കുന്ന ഞങ്ങളുടെ നിയോഗങ്ങളും ഞങ്ങളുടെ ആവശ്യങ്ങളും അമ്മ ഏറ്റെടുക്കണമേ. അമ്മേ, നാളിതുവരെയും അമ്മ ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ അമ്മയോട് നന്ദി പറയുന്നു. ഞങ്ങളുടെ ജീവിത യാത്രയിൽ ക്ലേശങ്ങൾ ഏറുമ്പോൾ ഞങ്ങൾ തളർന്നു പോകുന്നു. അമ്മേ മാതാവേ, എത്രയും വേഗം ഞങ്ങളുടെ അരികിലേക്ക് കടന്നു വരേണമേ. ഞങ്ങളെ സഹായിക്കണമേ. രോഗാവസ്ഥയിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും എല്ലാവർക്കും അമ്മ അനുഗ്രഹം നൽകണമേ. അവരെ എല്ലാവരെയും രോഗത്തിൽ നിന്ന് വിടുവിക്കണമേ. അമ്മേ മാതാവേ, അങ്ങേ പുത്രൻ്റെ തിരുരക്തത്താൽ കഴുകി ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, നെഞ്ചുപൊട്ടി വിളിച്ചാൽ അങ്ങ് ഞങ്ങളുടെ അടുത്തേക്ക് ഓടി വരേണമേ. ഞങ്ങളുടെ ഹൃദയത്തിന്മേൽ അമ്മ സ്പർശിക്കണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ ഓരോരുത്തരും അമ്മയുടെ മുന്നിൽ അർപ്പിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് അമ്മ ഉത്തരം നൽകണമേ. പരിശുദ്ധ അമ്മേ, സകല ജനപദങ്ങളുടെയും മാതാവേ, വരപ്രസാദ അമ്മേ, ഇന്നുവരെ ഞങ്ങൾക്ക് ലഭിച്ച എല്ലാ നന്മകളെയും ഞങ്ങൾക്ക് നൽകിയ എല്ലാ സന്തോഷങ്ങളെയും എല്ലാ നല്ല അനുഭവങ്ങളെയും ഓർത്ത് അമ്മയ്ക്ക് ഞങ്ങൾ നന്ദി പറയുന്നു. അമ്മേ കാരുണ്യത്തിൻ്റെ നാഥേ, ഞങ്ങൾക്ക് കൈവന്ന വിജയങ്ങൾ സന്തോഷകരമായ ഓർമ്മകളായും സംഭവിച്ച പരാജയങ്ങൾ ഞങ്ങളുടെ തന്നെ ബലഹീനത മനസ്സിലാക്കി അങ്ങയെ കൂടുതൽ ആശ്രയിക്കുന്നതിനുള്ള അവസരങ്ങളായും ഞങ്ങളുടെ ദുഃഖങ്ങൾ അങ്ങിലേക്ക് വലിച്ചെടുപ്പിക്കുന്ന സന്ദർഭങ്ങളായും മാറ്റണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ മണിക്കൂറുകളും പാഴാക്കിക്കളഞ്ഞ അവസരങ്ങളും അമ്മയെയും ഈശോയെയും വേദനിപ്പിച്ച നിമിഷങ്ങളെയും ഓർത്ത് ഞങ്ങൾ ദുഃഖിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ അമ്മയുടെ ഇഷ്ടമനുസരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ തന്നെ പൂർണ്ണമായും അമ്മയ്ക്ക് വിട്ടുതരുന്നു. ഞങ്ങളുടെ പോരായ്മകൾ പരിഹരിച്ച് അമ്മയ്ക്കും ഈശോയ്ക്കും
ഏറ്റവും ഇഷ്ടമുള്ളവരായി ജീവിക്കുവാൻ ഞങ്ങളെ പരിശീലിപ്പിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമാതാവേ, ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന വിധത്തിൽ ഞങ്ങളുടെ ജീവിതം ഒരു അനുഗ്രഹമാകുവാൻ അമ്മയുടെ സഹായവും കരുതലും ഞങ്ങൾക്ക് നൽകണമേ. ഏറ്റവും വലിയ ശരണത്തോടെ അമ്മയുടെ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിക്കുന്ന ഈ മക്കളെ അമ്മ ഒരു നാളും കൈവിടരുതേ. ഞങ്ങളുടെ എല്ലാ വേദനകളും ആത്മാവിനും ശരീരത്തിനും ഉപകരിക്കുന്ന വിധം ക്ഷമയോടും സന്തോഷത്തോടും ദൈവ തിരുമനസ്സോടും കൂടി ശാന്തമായി സ്വീകരിക്കുവാനുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ. തികഞ്ഞ ആത്മാർത്ഥതയോടും സത്യസന്ധമായും ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന ജോലികൾ വിശ്വാസപൂർവം ചെയ്യുവാൻ അമ്മയുടെ സഹായവും അമ്മയിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. പരിശുദ്ധ അമ്മേ, കൃപാസനം മാതാവേ, ഞങ്ങൾ ചെയ്യുന്ന ഏത് തൊഴിലിലും അഭിവൃദ്ധി നൽകുകയും സാമ്പത്തിക സ്ഥിതി വർദ്ധിപ്പിച്ച് ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമ്പത്തിൻ്റെ കുറവ് മൂലം ഞങ്ങളുടെ പല ആഗ്രഹങ്ങളും മാറ്റിവെക്കേണ്ടതായി വരുന്നു. അമ്മയുടെ കരുണാകടാക്ഷം ഞങ്ങളുടെ മേൽ തിരിക്കണമേ. അമ്മയുടെ അത്ഭുതകരമായ ഇടപെടൽ ഞങ്ങളുടെ ആഗ്രഹങ്ങളിലും പരിശ്രമങ്ങളിലും ഉണ്ടാകണമേ. അമ്മേ, കൃപാസനം മാതാവേ, ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളും അമ്മ സ്വീകരിക്കണമേ. നമുക്ക് ഇപ്പോൾ കൃപാസനം പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏറ്റുചൊല്ലി നമ്മുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിൻ്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിൻ്റെ പേടകവും പ്രപഞ്ചപ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിൻ്റെ ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിൻ്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. അമ്മേ, പരിശുദ്ധ അമ്മേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൻ്റെ പ്രത്യേക നിയോഗവും ഇവിടെ നിങ്ങളുടെ നിയോഗം ഏറ്റവും വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. പരിശുദ്ധ അമ്മേ, അമ്മയുടെ തീക്ഷ്ണമായ മാധ്യസ്ഥത്താൽ ഞങ്ങളുടെ നിയോഗങ്ങൾ സാധിച്ചു തരണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, അമ്മയോടുള്ള ഭക്തി സകല മക്കളിലും ഉണ്ടാകുന്നതിനായി അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദിവസവും ജപമാല ഭക്തിപൂർവം ചൊല്ലിയാൽ കിട്ടുന്ന സുഹൃതങ്ങളും അനുഗ്രഹങ്ങളും എല്ലാം മനുഷ്യർക്ക് ലഭിക്കുന്നതിനായി അമ്മയുടെ മുൻപാകെ ഞങ്ങൾ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ജപമാല ഭക്തിയിലൂടെ വിജയപൂർവം തരണം ചെയ്ത് മുന്നോട്ടു പോകുവാൻ അമ്മേ മക്കളായ ഞങ്ങളെ സഹായിക്കുന്നുവല്ലോ. ഓരോ ദിവസവും ഉയർന്നു വരുന്ന വെല്ലുവിളികൾക്കും ഭീഷണികൾക്കും മുന്നിൽ ഞങ്ങളെ സംരക്ഷിക്കുവാനും ഞങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള എല്ലാ ശത്രുക്കളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റി നിർത്തുവാനുമുള്ള അമ്മയുടെ മാധ്യസ്ഥത്തിനായി ഞങ്ങൾ അപേക്ഷിക്കുന്നു. അമ്മയുടെ മാധ്യസ്ഥത്തിലും നന്മയിലും ഞാനും എൻ്റെ കുടുംബാംഗങ്ങളും വിശ്വസിക്കുന്നു. കർമ്മൽ മലയിലെ റോസാ പുഷ്പമേ, ദൈവത്തോടുള്ള അമ്മയുടെ സ്നേഹത്തിൻ്റെയും അനുസരണത്തിൻ്റെയും മാതൃക മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ ഞങ്ങളെയും അമ്മയുടെ പുണ്യങ്ങൾ അഭ്യസിപ്പിക്കണമെന്ന് അമ്മയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, അമ്മയുടെ ജീവിതത്തിൽ അങ്ങ് അനുഭവിച്ച സഹനങ്ങളിലും പ്രതിസന്ധികളിലും ദൈവത്തിലുണ്ടായിരുന്ന അതേ ധൈര്യവും ദൈവത്തിലുള്ള അതേ വിശ്വാസവും ഉണ്ടായിരിക്കുവാൻ ഞങ്ങൾ പരിശ്രമിക്കുന്നു. ബലഹീനരും പാപികളുമായ ഞങ്ങൾ അമ്മയുടെ കാൽച്ചുവടുകളെ പിന്തുടരുന്നു. ദൈവം എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം ഉണ്ടെന്നും അവൻ നമ്മെ സംരക്ഷിക്കുകയും ശരിയായ പാതയിൽ നയിക്കുകയും ചെയ്യുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ജീവിക്കുവാൻ അമ്മ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. അമ്മയോടൊപ്പം ദൈവത്തിലുള്ള ആഴമായ വിശ്വാസത്തിൽ ഞങ്ങൾ എപ്പോഴും ഉറച്ചു നിൽക്കുമെന്ന് ഞങ്ങൾ അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു. ദൈവമാതാവേ, ഞങ്ങൾക്ക് വളരെ ആവശ്യമുള്ള ശാന്തതയും സമാധാനവും നൽകുന്നതിന് ഞങ്ങൾക്ക് വേണ്ടി ദൈവത്തോട് അമ്മ മാധ്യസ്ഥം വഹിക്കണമേ. അമ്മയുടെ മാധുര്യവും സ്നേഹവും ഞങ്ങളുടെ ഭവനങ്ങളെ വലയം ചെയ്യട്ടെ. ഞങ്ങളുടെ കുടുംബത്തെ ഐക്യവും സമാധാനവും സ്നേഹവും വളർത്തിയെടുക്കുവാൻ അമ്മ ഞങ്ങളെ സഹായിക്കണമേ. അമ്മയുടെ മാധ്യസ്ഥം ഞങ്ങളുടെ ഭവനത്തിൽ പ്രകാശം നൽകട്ടെ. ഞങ്ങളുടെ പാതയെ പ്രകാശിപ്പിക്കുകയും മികച്ച വഴികളിലേക്ക് ഞങ്ങളെ നയിക്കുകയും എപ്പോഴും ദൈവത്തോട് ഞങ്ങളെ അടുപ്പിക്കുകയും ചെയ്യട്ടെ. ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ നനവുള്ള ഓർമ്മകളും മറ്റ് ജീവിത പ്രാരാബ്ദങ്ങളും അങ്ങേ പക്കൽ ഏൽപ്പിച്ചുകൊണ്ട് അങ്ങേ സഹായം ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങൾ അകപ്പെട്ടിരിക്കുന്ന ആപത്തുകളെയും ഞങ്ങളുടെ ശത്രുക്കളുടെ ക്രൂരതകളെയും നഷ്ടപ്പെട്ടു പോയ സൗഭാഗ്യങ്ങളെയും അമ്മ തൃക്കൺ പാർക്കണമേ. ഞങ്ങളുടെ മേൽ അലിവായി ഞങ്ങൾക്ക് വേണ്ടി സർവേശ്വരൻ്റെ പക്കൽ പ്രാർത്ഥിച്ച് ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്ന് മുക്തി നൽകി രക്ഷിച്ചു കൊള്ളണമേ. സകല നന്മകളും കൃപയും നിറഞ്ഞ മാതാവേ, അങ്ങേക്ക് കാഴ്ചവയ്ക്കപ്പെട്ട ഞങ്ങളെ സഹായിച്ച് വിജയത്തിലെത്തിക്കണമേ.
എല്ലാ സന്തോഷവും സമാധാനവും നൽകി ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾക്ക് വരാനിരിക്കുന്ന തിന്മകളെ നീക്കി ഞങ്ങളുടെ ആത്മീയ ശത്രുക്കളെ നീക്കി പരാജയപ്പെടുത്തേണമേ. ഞങ്ങളുടെ ബലഹീനത നീക്കി ഞങ്ങളെ സ്ഥിരപ്പെടുത്തേണമേ. ഈ ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന കാലമൊക്കെയും ഞങ്ങളെ കൈവിടാതെ കൊടുങ്കാറ്റിൻ്റെ ആധിക്യത്തിൽ ശോഭിച്ച കടലിനെ പോലെയുള്ള ഈ ലോകത്തിൽ നാശം കൂടാതെ ഞങ്ങളെ വഴി നടത്തി അങ്ങയോടുകൂടെ സകല ഭാഗ്യങ്ങളും പ്രാപിക്കും വരെയും അമ്മ ഞങ്ങളെ സഹായിക്കണമേ. കന്യകാമറിയമേ, അങ്ങ് ഞങ്ങളുടെ സങ്കേതമാണ്. ഞങ്ങളുടെ ആധ്യാത്മികവും ഭൗതികവുമായ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അമലോത്ഭവ കന്യകെ, ഞങ്ങൾ ഈശോ മിശിഹായ്ക്കും നിനക്കും ഉള്ളവരായിരിക്കുവാൻ മനസ്സലിവാകണമേ. നിന്നോടുള്ള ഞങ്ങളുടെ സ്നേഹത്തിൽ ചെയ്യുന്ന നന്മകളും ചൊല്ലുന്ന പ്രാർത്ഥനകളും ചെയ്യുന്ന പരിഹാര പ്രവൃത്തികളും പ്രത്യേകമായി സമർപ്പിക്കുന്ന ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും അമ്മയ്ക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. കൃപാസനം മാതാവേ, ഞങ്ങളെ അനുഗ്രഹിച്ച് ഞങ്ങളുടെ രക്ഷയായിരിക്കണമേ. ഞങ്ങൾക്കായി ഇന്ന് അമ്മ അത്ഭുതം ചെയ്യണമേ. ദയാപൂർവം ഞങ്ങളുടെ അപേക്ഷ സാധിച്ചു തരയണമേ. എല്ലാ പാപങ്ങളിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ കൂടെയുള്ളവരെയും സംരക്ഷിച്ച് ശരീരത്തിൻ്റെ വിശുദ്ധിയോടെ കൂടി ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞാനിപ്പോൾ പറയുന്നത് എല്ലാവരും ഒരുമിച്ച് ഏറ്റുചൊല്ലുക. ഓ മറിയമേ, ത്രിത്വത്തിൻ്റെ ആലയമേ, ഓ മറിയമേ, അഗ്നിവാഹകയേ, ഓ മറിയമേ, കാരുണ്യമേകുന്നവളെ, ഓ മറിയമേ, മനുഷ്യകുലത്തിൻ ഉദ്ധാരകയെ, അങ്ങയുടെ മനുഷ്യത്വം വചനത്തിൽ കണ്ടെത്തിയ പോഷണത്താൽ ലോകം വീണ്ടും വിലയ്ക്ക് വാങ്ങപ്പെട്ടു. ക്രിസ്തു തൻ്റെ പീഡാസഹനത്താൽ ലോകത്തെ വീണ്ടെടുത്തു, വീണ്ടും വിലക്കെടുത്തു. അങ്ങ് ആത്മാവിലും ശരീരത്തിലും സഹിച്ചുകൊണ്ട് സഹരക്ഷകയായി കൂടെ നിന്നു. ഓ മറിയമേ, പ്രശാന്ത സമുദ്രമേ, ഓ മറിയമേ, ശാന്ത സമുദായിനി, ഓ മറിയമേ, ഫലസമൃദ്ധ ദേശമേ, ഓ മറിയമേ, ദൈവത്തിൻ്റെ ഏകജാതനായ സുരഭില വചനപുഷ്പം വിരിഞ്ഞ പുതിയ ചെടി അങ്ങാണല്ലോ. കാരണം ഫലസംദായകമായ ഈ മണ്ണിൽ അങ്ങിൽ ആ വചനം വിതയ്ക്കപ്പെട്ടു. ആ മണ്ണും ചെടിയും അങ്ങാണല്ലോ. ഓ മറിയമേ, അഗ്നിവാഹകേ, അങ്ങയുടെ മാനുഷികതയുടെ ചാരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന മറഞ്ഞിരിക്കുന്ന അഗ്നി അങ്ങ് സംവഹിച്ചു. ഓ മറിയമേ, എളിമയുടെ പാത്രമേ, അങ്ങേ ഉയർത്തിയ യഥാർത്ഥ പ്രകാശത്താൽ ജ്വലിക്കുന്ന പാത്രമേ, നിത്യപിതാവിന് അങ്ങ് സംപ്രീതയായിരുന്നുവല്ലോ. അതിനാൽ അവിടുന്ന് അങ്ങയെ അനന്യമായ സ്നേഹത്താൽ സ്നേഹിച്ചുകൊണ്ട് തന്നിലേക്ക് ഉയർത്തി. ഓ മറിയമേ, സ്ത്രീകളിൽ അങ്ങ് എന്നുമെന്നും അനുഗ്രഹീതയാണ്. ആമേൻ. എൻ്റെ ഈശോയെ, എൻ്റെ ജീവിതത്തിൻ്റെ സൃഷ്ടാവും ആത്മാവിൻ്റെ സന്തോഷവുമായവനെ, ഇന്നത്തെ ദിവസം അങ്ങ് എൻ്റെ മേൽ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ നന്ദി പറയുന്നു. ഇന്നത്തെ എൻ്റെ എല്ലാ പ്രവൃത്തികളിലും എനിക്ക് വീഴ്ച പറ്റാതെ അങ്ങ് എന്നെ നോക്കി നടത്തണമേ.
എങ്കിലും കർത്താവെ, കുറവുകൾ ഏറെ ഉള്ളവനാണ് ഞാൻ. ശിരസുയർത്തി നോക്കാനാകാതെ ഞാൻ പറയുന്നു, ഞാൻ പാപിയാണ്. എന്നിൽ ശുദ്ധമായ ഹൃദയം സൃഷ്ടിക്കണമേ. ദൈവമേ, നിന്റെ കൃപയാൽ എന്നെ നിറയ്ക്കണമേ. കർത്താവെ, ഞാനിന്ന് ജോലിക്കായി പോകുമ്പോൾ അങ്ങയുടെ സ്വർഗീയ ദൂതന്മാരെ എനിക്ക് ചുറ്റും കാവലായി നൽകണമേ. ദുരാത്മാക്കളിൽ നിന്നും പേടി സ്വപ്നങ്ങളിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. കണ്ണുനീരിൻ്റെയും കഷ്ടതയുടെയും സഹനത്തിൻ്റെയും പ്രലോഭനത്തിൻ്റെയും നാരകീയ ശക്തികൾ എനിക്കെതിരെ കടന്നു വരാതിരിക്കാൻ സ്വർഗീയ കോട്ടയ്ക്കുള്ളിൽ എന്നെ മറയ്ക്കണമേ. അങ്ങയുടെ കണ്ണിലെ കൃഷ്ണമണി പോലെ എന്നെ കാത്തുകൊള്ളണമേ. പാപത്തിൻ്റെ കെണിയിൽ വീഴാതെ എൻ്റെ കണ്ണിനെയും നാവിനെയും കാത്തുകൊള്ളണമേ. ആമേൻ. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിൻ്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്നും മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്നും ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.